ഹലോ, നമസ്കാരം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, പലരും നമ്മുടെ ജീവിതത്തിൽ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ആയിട്ട് എടുത്ത് പലരും കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചിലരൊക്കെ നിർത്തുകയും ചെയ്തിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഈയിടെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഞാൻ അവളെ കണ്ടപ്പോൾ, അവള് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾ ഭയങ്കര സുന്ദരിയായിരുന്നു. നല്ല സ്ട്രക്ചർ, ഷേപ്പൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നല്ല തടിച്ചിട്ടുണ്ട്. ആ പഴയ സ്ട്രക്ചറും ആ ഭംഗിയൊന്നും ശരീരത്തിന് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് ഫുഡിനൊന്നൊരു കൺട്രോൾ ഇല്ലേ, അല്ലെങ്കിൽ എക്സസൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, നമ്മൾ വീട്ടിൽ ഇഷ്ടം പോലെ ജോലികൾ ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇനി എക്സസൈസ് എന്ന് പറഞ്ഞ് വേറൊരു സമയം കൊടുക്കുന്നത്, അതൊക്കെ തന്നെ ധാരാളം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ വീടുകളിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയും വേഗം ആ ജോലി ചെയ്ത് തീർത്ത് ഒന്നില്ലെങ്കിൽ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ടിഫിൻ കുട്ടികൾക്കോ ഹസ്ബൻഡിനോ ഒക്കെ കൊടുത്തയക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്ര പേരാണ് നമ്മൾ അതിനകത്ത് അത്ര റിലാക്സ്ഡ് ആയിട്ടും മൈൻഡ്ഫുൾ ആയിട്ടും ഒക്കെ നമ്മൾ ജോലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്, അല്ലേ? എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. അത് നമ്മൾ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഈ ഏജിലൊക്കെ നമ്മളൊക്കെ തന്നെ 24 മണിക്കൂറിൽ 1.5 മണിക്കൂറെങ്കിലും നമ്മൾക്ക് അതിന് സമയം കണ്ടെത്തി നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ ചെയ്യുന്ന ഒരു കഷ്ടം തന്നെയല്ലേ അത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തി ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സസൈസ് എന്ന് പറയുമ്പോൾ വെറും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമല്ല, അതിൽ നമുക്ക് വേറെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുറച്ച് സമയം, നമ്മളുടേതായിട്ട് സമയം നമ്മൾ ഫ്രീ ആയിട്ടുള്ളപ്പോൾ കണ്ടെത്തി നമ്മൾ കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ട് അതിനകത്തേക്ക് നമ്മുടെ തോട്ട്സിനൊക്കെ കൺട്രോൾ ചെയ്ത് ആ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മാത്രം നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെന്തിനു നമ്മൾ വേണ്ടാന്ന് വയ്ക്കണം. നമ്മളുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ, എൻഡോർഫിൻ എന്നൊരു ഹോർമോൺ എക്സസൈസിലൂടെ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ എക്സസൈസ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിരിക്കുമ്പോഴും കളിക്കുമ്പോഴും അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഈ എൻഡോർഫിൻ, ഇത് നമുക്ക് ഒരു പെയിൻ കില്ലറായിട്ട് വർക്ക് ചെയ്യും, സ്ട്രെസ് റിലീഫാണ്. ഇതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും കിട്ടാനായിട്ട് എക്സസൈസ്. അപ്പോൾ ഈ വശത്തെ എക്സസൈസ് ചെയ്യാന്നുള്ളത് എല്ലാവരും അങ്ങനെയുള്ളൊരു തോട്ട്സ് ഉണ്ടെങ്കിൽ, ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയുള്ളൊരു തോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റി കുറച്ച് സമയം എക്സസൈസിലേക്ക് നിങ്ങൾ കുറച്ച് സമയം കൂടെ കൊടുക്കണം എന്ന് എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ്. Thank you, dears.